നമ്മൾ ട്രേഡ് നെയിം യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ദുബായിൽ വളരെ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരെന്താണ് ജസ്റ്റ് പോകുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു നെയിം എടുക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, അത് രജിസ്റ്റർ ചെയ്യുന്നു. ചിലപ്പോൾ രജിസ്റ്റർ ചെയ്ത് കിട്ടും, കുറേ കഴിഞ്ഞതിനേക്കാൾ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിരിക്കും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ അവിടേക്ക് വരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ നെയിം ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടുത്തെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ നെയിംസ്. എക്സാമ്പിൾ നമുക്ക് പല DD സെൻറ്റേഴ്സ്, പല എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ആ നെയിം അവർ തരത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ എമിറേറ്റ്സ്, MR അല്ലെങ്കിൽ പാം, ഇങ്ങനത്തെ നെയിംസ് ഒന്നും നമുക്ക് കിട്ടില്ല. ഇനി സപ്പോസ് അള്ളാ എന്നുള്ളത്, ഗോഡ് എന്നുള്ള നെയിംസ്. ഇപ്പോൾ നമ്മൾ ഫാമിലി നെയിം യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ പലതരത്തിലുള്ള ക്രൈറ്റീരിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നെയിം എടുക്കുന്നത്. നമ്മൾ നെയിം എടുക്കുമ്പോൾ ഈ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. കാരണം നമ്മൾ നെയിം എടുത്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ നെയിം റിസർവ് ആയി കിട്ടി, നമ്മൾ ലൈസൻസ് ഫയലിൽ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ നെയിം റീകോൾ ചെയ്യാനും ഈ നെയിം ചേഞ്ച് ചെയ്യാനും അതിൽ മോഡിഫിക്കേഷൻ ചെയ്യാനും ഇവിടുത്തെ ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിന് ഡയറക്റ്റ് ആയിട്ടുള്ള ആക്സസ് ഉണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുന്ന സമയത്ത്. അപ്പോൾ നെയിം എടുക്കുന്നത് വളരെയധികം നോക്കിയിട്ട് എടുക്കണം. അതായത് ഇതിൻ്റെ ഓരോ ക്രൈറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ പങ്ക്ച്വേഷൻസ് പാടില്ല, കോഡ് അങ്ങനെയുള്ള വേർഡുകൾ, അള്ളാ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, കൺട്രി നെയിംസ് റിസർവ് ചെയ്ത കൺട്രി നെയിംസുകൾ. ഇപ്പോൾ നമുക്ക് ബഹ്റൈൻ നിന്നൊക്കെ കിട്ടണം എന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഖത്തർ ട്രാൻസ്പോർട്ടേഷൻ LLC എന്നൊക്കെ കിട്ടണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം.